അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ വീട്ടിലും കുറേ ബീഫ് ഇരിക്കുന്നുണ്ടാവും അല്ലേ? അതെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 500 ഗ്രാം ബീഫാണ്. അത് 1 ടീസ്പൂൺ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് 5 വിസിലിൽ വേവിച്ചെടുക്കണം. ബീഫിൻ്റെ വേവ് കണക്കാക്കിയിട്ട് നമുക്ക് വിസിലിൻ്റെ എണ്ണം കൂട്ടാം. ശേഷം ഒരു കുക്കറിലേക്ക് ഓയിൽ, അതായത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ 2 കറിവേപ്പിലയും പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി, ചെറിയ ഉള്ളി മതി, കാരണം ഓവറായിട്ട് ഉള്ളി നമുക്കിതിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉള്ളി വാടുന്നത് വരെ നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വാട്ടിയെടുക്കാൻ. കാരണം ഉള്ളി വാടിയിട്ടില്ലെങ്കിൽ നമ്മളെ കറി എല്ലാം ഫ്ലോപ്പ് ആവും. പിന്നെ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഉള്ളി തക്കാളി ഒന്നും എടുക്കാണ്ട് മിതമായ കണക്കിലെടുക്കുക. കാരണം ബീഫിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 മീഡിയം സൈസ് തക്കാളിയാണ് യൂസ് ചെയ്തത്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഉള്ളി ആഡ് ചെയ്ത സമയത്ത് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി എത്രയാണോ എടുത്ത് അതിന്റെ നേർപ്പാക്കത്തി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീഫിനൊരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രം ആഡ് ചെയ്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മസാല നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് വെള്ളം ചേർക്കാണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ആഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതിയാവും. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ മൂടി വെക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇത് ഒരൊറ്റ വിസിൽ നമ്മളിത് വേവിച്ചെടുക്കണം. ബീഫ് ഓൾറെഡി വേവിച്ചത് കൊണ്ടാണ് ഒരൊറ്റ വിസിൽ വേവിച്ചെടുത്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാണ്ട് വേണം നമ്മൾ എപ്പോഴും ബീഫ് ഉണ്ടാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ബീഫിൻ്റെ ഫ്ലേവർ നമുക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഇനി ഒരു വിസിലിന് ശേഷം നമ്മളെ ബീഫ് കറി ഇതേപോലെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട ചെറിയുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഞാൻ ഇവിടെ 15ഓളം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പൂളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബീഫ് കറിയിൽ തേങ്ങാപ്പൂളും മസ്റ്റാണ്. ബീഫിന്റെ കൂടെ ആ തേങ്ങാപ്പൂള് കടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തേങ്ങയും കൂടി ഇതേപോലെ നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ചൂട് നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും പിന്നെ ഈ ഒരു ബീഫ് കറിയും, എൻ്റെ സാറേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട, വേഗം പോയി ഉണ്ടാക്കിക്കോ. അപ്പോൾ പിന്നെ നമ്മളിത് മിക്സിക്കും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇഞ്ചി വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മളെ വീഡിയോന് എന്തെങ്കിലും ഒരു കുറ്റവും കുറവും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.